എൻ്റെ പേര് ഡെൽന, ഇതെൻ്റെ ഭർത്താവ് റജീഷ്. ഞങ്ങൾ വരുന്നത് കോട്ടയത്ത് നിന്ന് തീക്കോ എന്ന് പറയുന്ന സ്ഥലത്താണ്. 2014 ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നത് 2018 ഒക്ടോബർ, ഉടമ്പടി എടുത്തത് 2018 നവംബറിൽ. വിവാഹം കഴിഞ്ഞ് 4 വർഷത്തോളമായിട്ടും കുട്ടികളാവാത്തതുകൊണ്ടാണ്, ആ വിഷമത്തിലാണ് ഞാൻ ഈ പടി കയറി വന്നത്. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ടു. അപ്പോൾ സാധാരണ പോലെ അവർ ടെസ്റ്റുകളെല്ലാം എടുത്തു. പക്ഷേ എപ്പോഴും അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല, നമുക്ക് ശ്രമിക്കാം അതേ പറഞ്ഞുള്ളൂ. കാരണം എൻ്റെ റിസൾട്ടുകൾ അങ്ങനെയുള്ള റിസൾട്ടുകളായിരുന്നു. അപ്പോൾ അവർ ആദ്യമേ തന്നെ പറഞ്ഞു, നമുക്കിനി വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നേരെ തന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ IUI IVF അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിലോട്ട് തന്നെ പോവാം, അല്ലാതെ നമ്മളിനി അധികം സമയം കൊടുക്കണ്ട എന്ന രീതിയിൽ. അങ്ങനെ ഞങ്ങൾ 2018 ആദ്യം, 2017 IUI ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 3-4 തവണ ചെയ്ത് കാണും അടുപ്പിച്ച്. അത് കഴിഞ്ഞ് 2018 വളരെ പ്രശസ്തമായൊരു ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള, എല്ലാവരും അവിടെ പോയി, ഒരുപാട് കുട്ടികളുണ്ടാവുന്നു, അവിടെയും പോയി. അവിടെയും ഞങ്ങൾ 2 തവണ IVF ചെയ്തു. പക്ഷേ 2 തവണ ചെയ്തപ്പോഴും എൻ്റെ തുടക്കത്തിൽ തന്നെ നെഗറ്റീവായിരുന്നു. എൻ്റെ മീൻസ് നമ്മുടെ IVF ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു 14 ദിവസം കഴിഞ്ഞ് ബ്ലഡ് റിസൾട്ട് എടുക്കും. ആ റിസൾട്ട് പോലെ എൻ്റെ നെഗറ്റീവായിരുന്നു. അതായത് ഒരു സാധ്യതയും ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ വിഷമത്തിലാണ് ഞങ്ങൾ 2018 ഇവിടെ വന്നത്. പിന്നെ 2019 ആയപ്പോഴേക്കും ഒരു ചികിത്സയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തു. കാരണം എല്ലാ മാസവും നമ്മളിങ്ങനെ മരുന്നും ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റും ആകുമ്പോൾ ശാരീരികവും മാനസികവുമായിട്ടൊക്കെ നമ്മളത് ബാധിക്കും. നമ്മൾ തളർന്നു പോകും. ഇത്രയും ഹൈ ഡോസ്, എൻ്റെ കേസിൽ ഹൈ ഡോസ് ഇഞ്ചക്ഷനും ഹൈ ഡോസ് മരുന്നുകളുമാണ് തന്നിരുന്നത്. കാരണം സാധ്യത എത്രയും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ജോലിയോടൊപ്പം തന്നെയായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റും എടുത്തുകൊണ്ട് പോയിരുന്നത്. വളരെ ബുദ്ധിമുട്ടേറിയ നിരാശയേറിയ ഒരു കാലമായിരുന്നു അത്. അങ്ങനെ 2018 വന്നു വേണ്ടിയത് ആദ്യത്തെ ഉടമ്പടി ഇതായിരുന്നു. എനിക്ക് ഗർഭിണിയായി എനിക്കൊരു കുഞ്ഞിനെ വേണം. ഏത് പള്ളിയിൽ പോകുമ്പോഴും മാതാവിൻ്റെ കയ്യിലൊരു കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, എൻ്റെ കയ്യിലും ഇതുപോലൊരു കുഞ്ഞ് വേണം, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലും ഇപ്പം ഇരിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് വേണം. അത് മാത്രമായിരുന്നു ഏത് പള്ളിയിൽ പോയാലും എൻ്റെ ഉള്ള പ്രാർത്ഥന. അത് കഴിഞ്ഞൊരു ബ്രേക്ക് ഇട്ട് 2019 ഒരു ബ്രേക്ക് പോലെ ഇട്ട് കുറച്ച് ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ തടുത്തി ശരീരം ഒന്ന് ഓക്കെ ആവാൻ വേണ്ടി 2020 ഞങ്ങൾ പിന്നെയും ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. നമുക്ക് ശ്രമിക്കാം, നമ്മളൊക്കെ ശ്രമിക്കാനല്ലേ പറ്റൂ. ദൈവം തരുമ്പോൾ നമുക്ക് തരട്ടെ. ഏത് ചാൻസിലാണ് നമുക്കത് കിട്ടുകയെന്നറിയില്ല. പക്ഷേ 2020 തുടങ്ങിയെങ്കിലും കോവിഡ് വന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും വീട്ടിലിരിപ്പും അങ്ങനത്തെ കാര്യങ്ങളും. അത് കഴിഞ്ഞ് 2021 പിന്നെയും തുടങ്ങി. ആദ്യം ഞങ്ങൾ തിരുവനന്തപുരത്തൊരു ഹോസ്പിറ്റലിൽ പോയി. കാരണം അപ്പോഴേക്കും ഞാൻ ജോലി മാറി തിരുവനന്തപുരത്ത് എത്തിയായിരുന്നു. അത് കഴിഞ്ഞ് 2022 ഞങ്ങൾ കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നോക്കി. ആ കാലഘട്ടം അത്രയും ഈ ഹോസ്പിറ്റൽ വാസം തന്നെയായിരുന്നു. എല്ലാ ദിവസവും മരുന്നുകളും ഇഞ്ചക്ഷനും ട്രീറ്റ്മെൻറ്റും. ഈ ഒരു കാര്യം അതിലൂടെ കടന്നുപോയവർക്കറിയാം. ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ദിനചര്യയും കാര്യങ്ങളും എല്ലാം. ഞാൻ കഴിക്കാത്ത മരുന്നിന് കണക്കില്ല, എടുക്കാത്ത ഇഞ്ചക്ഷന് കണക്കില്ല, എല്ലാം നല്ല ഹൈ ഡോസുകൾ. പക്ഷേ എന്താ പറയുക, അവിടെ പോയും 2 IVF ചെയ്തു. അവിടെ ചെന്നപ്പോഴും അവർ ഇത് തന്നെയാണ് പറഞ്ഞത്, ഓൾറെഡി ഒരു IVF ഫെയിലിയർ കേസാണ്, നമുക്ക് ശ്രമിച്ചു നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, എനിക്ക് പ്രശ്നമില്ല, മരുന്നും ഇഞ്ചക്ഷൻ എത്ര വേണമെങ്കിലും എനിക്ക് എടുക്കാം, എനിക്കതൊരു വിഷയമല്ല, ശ്രമിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ ആ 2022 ഞാൻ 2 തവണ IVF ചെയ്തു. നിരാശ തന്നെയായിരുന്നു ഫലം. അതിനുശേഷം ഞാനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വിദേശത്തോട്ട് പോകാനൊരു അവസരം കിട്ടി. ഞങ്ങളുടെ ബാങ്കിന് വിദേശത്തും ശാഖകളുണ്ട്. അങ്ങനെ 2022 ജൂണിൽ ഞങ്ങൾ ഇവിടെ വിട്ടു. 2022 മെയ് മാസമായിരുന്നു എൻ്റെ IVFൻ്റെ നെഗറ്റീവ് റിസൾട്ട് വന്നത്. ആ വിഷമത്തോടു കൂടിയാണ് 2022 ജൂണിൽ ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഒരു 3 വർഷത്തേക്കുള്ള രീതിയിലാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നു. 5-ാമത്തെ മാസം തന്നെ ഞാൻ സാധാരണ രീതിയിൽ ഗർഭിണിയായി. അതായത് ഇത്രയും ഇഞ്ചക്ഷനോ ട്രീറ്റ്മെൻറ്റിനോ ഒന്നും നടക്കാൻ പറ്റാത്ത, ഞാനൊരു വൈറ്റമിൻ ഗുളിക, ഒരു ഫോളിക് ആസിഡ് പോലോ ഞാൻ ആ സമയത്ത് കഴിക്കുന്നുണ്ടായിരുന്നില്ല. ആ കുഞ്ഞാണ് ഈ കുഞ്ഞ്. ഗർഭാലവും കുഴപ്പമില്ലാതെ പോയി. എല്ലാം ആരോഗ്യമുള്ള ഒരു മിടുക്കിയായൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി. കഴിഞ്ഞ വർഷം 2023 ജൂലൈ 25 ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകിയത്. അവളുടെ പേര് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് സാൻഡ്ര മറിയം റജീഷ്. ഇതാണ് അവളുടെ പേര്.
അപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു നടക്കാൻ പറ്റാത്ത ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. ബാക്കി പല കാര്യങ്ങളും നമുക്ക് പരിശ്രമിക്കാം. പക്ഷേ ഈ ഒരു കാര്യം ദൈവം അറിഞ്ഞു തന്നാൽ മാത്രമേ നടക്കൂ. സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമില്ല. അതിനുവേണ്ടി ആത്മീയമായി, മാനസികമായി, ശാരീരികമായി ഒരുങ്ങാനും പ്രാർത്ഥിക്കാനും മാത്രമേ നമുക്ക് പറ്റൂ. അപ്പോൾ ഇതൊരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിലെ. അതായത് എത്ര തടസ്സങ്ങൾ വന്നാലും, എത്ര കാത്തിരിക്കേണ്ടി വന്നാലും, നിങ്ങൾക്കായിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് ദൈവം തരും. ആ ഒരു പ്രത്യാശ ഈ ഒരു കാര്യത്തിൽ, ഇന്നിപ്പോൾ ജീവിതത്തിൽ എന്ത് ദുഃഖങ്ങൾ വന്നാലും ഞാൻ തിരിഞ്ഞു നോക്കും. ഇത്രയും നിരാശക്കൂടുതൽ എനിക്ക് ഇവളെ കിട്ടുമെങ്കിൽ ഇതിലും വലുതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമില്ല. എനിക്ക് എന്തും നേരിടാനുള്ളൊരു ധൈര്യമാണ് എന്നേക്കുമായി ഞങ്ങളുടെ തമ്പുരാൻ ഞങ്ങളുടെ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളതും, എൻ്റെ അവസ്ഥയിലൂടെ പോയ എല്ലാവർക്കും പ്രത്യാശയോടെ ഇരിക്കുക, നിരാശപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക, ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വിധിച്ചത് തമ്പുരാൻ ആ സമയത്ത് തന്നെ തരും. രണ്ടാമത്തെ കാര്യം, ബാക്കി കാര്യങ്ങളെല്ലാം ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. എന്നാലും എൻ്റെ രണ്ടാമതായിട്ട് ഞാൻ വെച്ചിരുന്നത്, വിവാഹശേഷം തന്നെ ഞങ്ങളൊരു സ്വന്തമായിട്ടൊരു ഭവനം പണിയാൻ ഒരു വീടും സ്ഥലമോ അല്ലെങ്കിൽ സ്ഥലമോ നോക്കുന്നുണ്ടായിരുന്നു. പല കാരണങ്ങളും കൊണ്ട് അത് നടക്കുന്നില്ല. ഒന്നിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ലായിരിക്കും. അതിനുവേണ്ടി ഏറെ അലഞ്ഞു, ഇത്രയും വർഷങ്ങളെടുത്തു. പക്ഷേ ഞാൻ കുഞ്ഞിന് ഗർഭം ധരിച്ച 2022 ആ വർഷം തന്നെയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ ഇടവക മാറിപ്പോവാത്ത രീതിയിൽ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരണേ. കാരണം കിട്ടുന്ന പല സ്ഥലങ്ങളും നോക്കുമ്പോൾ അത് എടുക്കുവാണെങ്കിൽ ഞങ്ങൾ ഇടവക മാറിപ്പോവും. അപ്പോൾ ഇടവക മാറാതെ ആ ഇടവകയ്ക്ക് കീഴിൽ തന്നെ ഒരു സ്ഥലം തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് മാർച്ച് 2022 ഞങ്ങൾ ആ സ്ഥലം വാങ്ങിച്ചത്. ഇപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വീട് പണി എത്രയും ഭംഗിയായിട്ട് പൂർത്തിയാവുന്നു എനിക്ക് വിശ്വാസമുണ്ട്. മൂന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ ബാങ്കിന് വിദേശത്തും ബിസിനസ് ഉള്ളതുകൊണ്ട് അവിടെയും നമുക്ക് പോയി 2-3 വർഷത്തേക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ മൂന്നാമത്തെ ഉടമ്പടിയായിട്ട് ഞങ്ങൾക്ക് വിദേശത്ത് പോയി ഒരു ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരണമെന്നുള്ള ഉടമ്പടിയാണ് ഞാൻ വെച്ചിരുന്നത്. അത് 2018 ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. 2019 ഞാൻ അതിൻ്റെ പരീക്ഷ എഴുതി പാസ്സായി. 2020 തുടക്കത്തിൽ ഒരു മാർച്ചോടുകൂടി പോകേണ്ടതായിരുന്നു. പക്ഷേ അതും ഈ കോവിഡ് വന്ന കാരണം മുടങ്ങിപ്പോയി. ഫ്ലൈറ്റൊന്നുമില്ല, എല്ലാമായി. അപ്പോൾ അതും ക്യാൻസലായി തന്നെ ഞാൻ വിരിച്ചു. അത് അവിടെ തന്നെ ഉപേക്ഷിച്ചു. പിന്നെയും ഞാൻ എൻ്റെ ബ്രേക്ക് എടുത്ത ശേഷം ട്രീറ്റ്മെൻറ്റിലോട്ട് മടങ്ങി വന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് ക്യാൻസലായി പോയെങ്കിലും അതിനുശേഷം ആരും പോയില്ല. പക്ഷെ അപ്പോൾ അന്ന് ക്യാൻസലായവരുടെ എല്ലാം 2022 മാർച്ചിൽ ഞങ്ങൾക്കെല്ലാം തിരിച്ച് ഓർഡർ വന്നു. ഞങ്ങൾക്ക് വെളിയിൽ പോകാൻ പറ്റി. ആ വിദേശത്ത് പോയി അവിടെ ചെന്ന 5-ാം മാസമാണ് ഞാൻ ഗർഭിണിയായത്. അപ്പോൾ പദ്ധതികൾ ദൈവത്തിൻ്റേതാണ്. നമ്മളെ അതിനായി വിട്ടുകൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നാട്ടിലുണ്ടായിരുന്ന സമയം മൊത്തവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എല്ലാം ഉപേക്ഷിച്ച് അവിടെ ചെന്ന് ജോലിയിൽ മുഴുകിയപ്പോൾ അറിയാതെ പോലെ ദൈവം ഒരു അനുഗ്രഹം പോലെ എനിക്ക് തന്നു. ഇതായിരുന്നു എൻ്റെ മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത്. നാലാമത്തെ യോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളും ആയുസ്സും ആരോഗ്യത്തോടെ ഇരിക്കണം എന്നായിരുന്നു. കാരണം എന്നാൽ മാത്രമേ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവളെ ലാളിക്കാനും കാണാനും ഉള്ള ഒരു ആരോഗ്യ ആയുസ് അവർക്ക് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നത് കാണാതെ അവർ പോയാലോ എന്നൊരു പേടിയും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 64 വയസ്സാവാൻ പോകുന്നു. അമ്മ പ്രസവാനന്തമായി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. 6 മാസത്തോളം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്ന് 3-ാമത്തെ ദിവസം അമ്മയെ പെട്ടെന്ന് അഡ്മിറ്റ് ആവേണ്ടി വരികയും പരിശോധനയിൽ ബ്ലോക്കുണ്ട്, അർജൻറ്റായിട്ട് ബൈപ്പാസ് തന്നെ ചെയ്യണം, വേറെ ഒന്നിലും നിൽക്കത്തില്ല. അങ്ങനെ ഞങ്ങളിവിടെ നാട്ടിൽ വന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ട്രിവാൻഡ്രത്തെ കിംസ് ഹോസ്പിറ്റലിൽ മമ്മിക്ക് ബൈപ്പാസ് സർജറി ചെയ്യുകയും ചെയ്തു. എല്ലാവരും പറയുന്നു, നിങ്ങളിവിടെ വന്നിട്ട് മമ്മിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടായിരുന്നു, നിങ്ങൾ വിദേശത്തൊക്കെ ആയി കൈക്കുഞ്ഞുമായി നിങ്ങൾ എന്ത് ചെയ്തേനെ, നിങ്ങൾക്ക് മമ്മിയും കുഞ്ഞിനെയൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെല്ലാം ദൈവം ഒരുക്കി തരുന്നതായിരിക്കും. ദൈവസഹായത്താൽ ഞങ്ങൾക്ക് സർജറി എല്ലാം നല്ല രീതിയിൽ നടക്കാൻ പറ്റി. ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് മമ്മി പതുക്കെ റിക്കവറായി വരുന്നു. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ പറയണം, എൻ്റെ മമ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സ്ഥലത്തിൻ്റെ 1-ാം നിലയിൽ നിന്ന് എൻ്റെ അമ്മായി അച്ഛൻ താഴെ വീണു. പക്ഷേ ഒരു കുഴപ്പവും കൂടാതെ, അതായത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷേ ഒരു 1-ാം നിലയുടെ പണി നടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ 1-ാം നിലയിൽ താഴെ വീഴുകയെന്ന് പറയുമ്പോൾ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കാം. പക്ഷേ നമ്മുടെ ഉടമ്പടി അമ്മയുടെ കയ്യിൽ ഭദ്രമാണ്. നമ്മൾ അതിനോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നാൽ മതി. ആ ആഴ്ച ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു സൈഡിൽ എൻ്റെ അമ്മ ഇവിടെ ഹാർട്ട് സർജറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രിവാൻഡ്രത്ത് അഡ്മിറ്റായിരിക്കുന്നു. അഡ്മിറ്റായതിൻ്റെ 2 ദിവസം കഴിഞ്ഞാണ് ഇങ്ങനെ അമ്മായി അച്ഛൻ മുകളിൽ നിന്ന് താഴെ വീണു.
ഇവിടുത്തെ കോട്ടയത്തെ ഹോസ്പിറ്റലിൽ അവർ ICUലാക്കി. രണ്ടുപേരും ICUലായിരുന്നു, രണ്ടിടത്തും. പക്ഷേ ഈ പ്രാർത്ഥന എൻ്റെ മോൾക്ക് അവരുടെ അനുഗ്രഹവും അവരുടെ വാത്സല്യമൊക്കെ കാണാനുള്ള ആയുസ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്, ആ ആരോഗ്യം. അപ്പോൾ നമ്മുടെ ഉടമ്പടി ആത്മാർത്ഥതയോടെ നമ്മുടെ പാലിക്കുകയാണെങ്കിൽ നമ്മൾ മറന്നാൽ പോലും വർഷങ്ങൾക്ക് ശേഷം അത് ഉടമ്പടി ഭദ്രമായി ഒരു ഉടമ്പടി പേടകത്തിലെന്ന പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഇരിപ്പാണ്. നമ്മുടെ പ്രത്യാശ കൈവിടാതിരുന്നാൽ മതി. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് എനിക്കിവിടെ വന്ന് പറയാനുണ്ടായത്.